എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നു വരുന്ന വിശക്കുന്ന വയറിനൊരു പുതുച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതൊക്കെ ഓരോ ദിവസവും എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ ചാമ്പർ ഓഫ് കൊമേഴ്സ് ഇത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് കൂടാതെ ഓരോ ദിവസവും ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതിങ്ങനെ നടന്നു വരും. ഓരോ ആഴ്ചയിൽ 2-3 ആളുകൾ 4 ആളുകളൊക്കെ തന്നെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്ന ആരാധ്യനായ ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന എല്ലാ പരിപാടികളിലും കൃത്യമായി വന്ന് അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ മുരളീധര കൈമളെ സ്വാഗതത്തിനായി കൃഷി പനങ്ങായി ആളുടെ പേരെന്താ? പനങ്ങായി ഫൈസലല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നായ വിശക്കുന്ന വരുന്നൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ തുടങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് നമ്മൾ യാതൊരു മുടക്കവും തടസ്സവും കൂടാതെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അന്നദാന പദ്ധതി. കൂടാതെ നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും വസ്ത്രവും ഇവിടെ ദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതും ഇവിടെ നമ്മൾ അർഹമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ സഹകരണവും നമ്മൾ ഈ സമയത്ത് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ന് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പനങ്ങായി അബൂബക്കറിൻ്റെ മകൻ ഫൈസലാണ്. അദ്ദേഹം ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാരവാഹി അല്ലെങ്കിൽ മെമ്പറാണ്. ഈ പനങ്ങായി നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതോടെ ഈ അന്നദാനത്തിന് വേണ്ടി എത്തിച്ചേരാറുള്ള വ്യക്തിയാണ്. എന്തായാലും ഫൈസലിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യമായ ഇന്ന് പിന്നെ ഒരു 20 പൊതി ഒരു സുഷാ ബാലൻ ബാംഗ്ലൂർ അല്ലേ, ബാംഗ്ലൂരിൽ നിന്നൊരു ആൾ നമുക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി. എന്തായാലും ഉപരി ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഒരു നിറചൈതന്യം വരിക അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വ പദവി ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്തു. എന്തായാലും ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വസ്തുമൻ ടീച്ചറാണ്. ടീച്ചറെ പറ്റി പറയുന്നതിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾക്ക് വേണ്ട ഊർജ്ജവും ധൈര്യവും പറഞ്ഞു തന്നുകൊണ്ട് ഇതിൻ്റെ ഒരു സജീവ പ്രവർത്തകയാണ്. ടീച്ചറെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുരളി ആകുമ്പടി ഗുരുവായൂർദാസൻ കൃഷ്ണാട്ടങ്ങളി ആശാനാണ്. നമ്മുടെ അന്നദാനത്തിൻ്റെ ഒപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വസ്ത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വേലാചേട്ടനാണ്. പൈതൃകത്തിൻ്റെ സജീവ പ്രവർത്തനമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മളോടൊപ്പം ഇന്ന് വടക്കേക്കാട് നിന്ന് വിജയേട്ടനും ഭാര്യയും വന്നിട്ടുണ്ട്. അവരൊരു ഇതേമാതിരി അന്നദാനത്തിൻ്റെ പരിപാടിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. അവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ മാമനുണ്ട്, ജയനുണ്ട്, 2 ആളും പായസത്തിൻ്റെ ചാർജാണ്. അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രേംജി ഗുരുവായൂർ ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വത്തിനോടുമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് അഡ്വക്കേറ്റ് രവി ചങ്കത്തിന് എല്ലാവർക്കും നമസ്കാരം. നേരത്തെ മുരളി പറഞ്ഞതുപോലെ പനങ്ങായി അബൂബക്കർ ഖാനെ അനുസ്മരിക്കാനും കൂടി ഈ ഒരു വേദി ഉപയോഗിക്കുകയാണ്. ഫൈസലാണെന്ന് 100 പേർക്കുള്ള ഭക്ഷണത്തിന് 5000 രൂപ തന്നിട്ടുള്ളത്. അപ്പോൾ അബൂബക്കർക്ക് എല്ലാ മീറ്റിംഗ് ഭക്ഷണ പരിപാടികൾക്കും അദ്ദേഹം വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു അനുസ്മരിക്കും കൂടി ചെയ്യുകയാണ്. ഒപ്പം തന്നെ സുഷാ ബാലൻ അവരൊരു 1000 രൂപ 20 പേർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വസ്ത്രമൻ ടീച്ചർ ചെയ്യും. ഒപ്പം തന്നെ വിജയേട്ടനും സഹധർമ്മിണിയും കൊടുത്തു. 2 ആളും മാറി കൊടുത്തു. ലൈനിൽ വരണം കേട്ടോ. സ്വാമിയാർ ചോറ് കൊടുത്തു. പായസം ഉണ്ട് കേട്ടോ, പായസം ഉണ്ട്. മുരളി 2 ഗ്ലാസ് പായസം കൊടുക്കും കേട്ടോ. നന്ദിനിയിലില്ലേ? നന്ദിനിയുണ്ട്. അതിലെ വരും കേട്ടോ. ലൈനിൽ അവര് കൊണ്ടു ഒരെണ്ണം കൊടുക്കണോ കേട്ടോ. ഇന്ന് ഒരെണ്ണേ ഉള്ളൂ. ആള് കൂടുതലുണ്ട്. ഒരെണ്ണം മുരളി ഞാനൊന്ന് കണ്ടു ചെയ്യും കേട്ടോ.
ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.